ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടിരിക്കേണ്ട സിനിമ കാണേണ്ട സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സിനിമ OTT ഇറങ്ങിയിട്ട് വേണ്ടവർ കണ്ടു നോക്കുക. ഇനി ഞാൻ കാണാൻ പറഞ്ഞിട്ട് വേണം അവസാനം എല്ലാം കൂടി എന്റെ തന്തയ്ക്ക് വന്ന് വിളിക്കാൻ. അത് വേണ്ട. സോ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ കാസ്റ്റ് പറയാം. കാരണം ഇതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. എന്നാൽ കാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാം. യു ഹാവ് പങ്കജ് ത്രിപാഠി, ആദിത്യ റോയ് കപൂർ, അതേപോലെ തന്നെ സാറ അലി ഖാൻ, പിന്നെ കൺകണ സെൻ ശർമ്മ, അതാണ് പേര് തോന്നുന്നു, മാറി പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. പിന്നെ വന്നിട്ട് നമ്മുടെ അനുപം ഖേർ ഉണ്ട്, നീന ഗുപ്ത ഉണ്ട്. അങ്ങനെ വൻ കാസ്റ്റിലുള്ള പടമാണ്. നമ്മുടെ മിർസാപുരത്തെ ഗുഡു ബയ്യ, ഡങ്കൽ ഫെയിം ആയിട്ടുള്ള ഫാത്തിമ, എല്ലാവരും ഉണ്ട്. സിനിമയുടെ പേര് വന്നിട്ട് മെട്രോ എന്തിനോ അല്ല, മെട്രോ ഇന്ദിനോ, നൗവേ ഡേയ്സ്, ദീസ് ഡേയ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സംഭവം. നീ പേര് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇതിന്റെ പ്ലോട്ട് പറയാം. പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്കെങ്കിലും ഇഷ്ടം അവിഹിതം. എവിടെ നോക്കിയാലും അവിഹിതം. ഒരു 4-5 റിലേഷൻഷിപ്പ് ഈ സിനിമയിൽ പറയുന്നുണ്ട്. എല്ലാത്തിലും അവിഹിതം ഉണ്ട്. ചിലവരുടെ കല്യാണം കഴിഞ്ഞവരായിരിക്കാം, ചിലവർ കല്യാണം കഴിക്കാൻ പോണവരായിരിക്കാം, ചിലർ 18 വയസ്സ് പൂർത്തിയാവാത്തവരായിരിക്കാം, അവർക്കുള്ള സംശയം കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോണത്. സോ ഇതില് എനിക്ക് പേഴ്സണലി ഈ സിനിമ കാണുന്ന ഒരു ത്വര തോന്നാൻ കാരണം അനുരാഗ് ബസുവിന്റെ പടമാണ്. സോ ഫ്രം ദ ഡയറക്ടർ ഓഫ് ജഗ ജാസൂസ്, ലൂഡോ, ബർഫി, പിന്നെ ലൈഫ് ഇൻ എ മെട്രോ, അങ്ങനത്തെ ഒരാളുടെ പടമായിട്ടാണ് ഞാൻ ഇരുന്ന് കണ്ടത്. സോ ഈ സിനിമയിൽ പേഴ്സണലി എനിക്കൊരു ലൈഫ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അവിഹിതത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഏറ്റവും മനസ്സിലാവാത്ത ഒരു കാര്യം, ഭർത്താവ് ഭാര്യയെ പറ്റിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ ഒപ്പം കിടക്കാൻ പോയി. ഇത് ഭാര്യ കൈയോടെ പിടിച്ചു, അയാളെ നാറ്റിക്കേണ്ട അത്രയൊക്കെ നാറ്റിച്ചു. ഇതിന് റിവഞ്ചിന് വേണ്ടിയിട്ട് ഭാര്യ വേറൊരാളൊപ്പം പോയി കിടക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാം ഇയാളുടെ കുറ്റമാണ് പറഞ്ഞിട്ട് ഇയാളെ കുറ്റപ്പെടുത്തുന്നതിന്റെ ബേസിക് ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് മാരേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ അവിഹിതം വേണം എന്നുള്ള രീതിയിലാണ് ഈ പടം പോണത്. അത് എനിക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല. അവിഹിതം ഇല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ആളുടെ ബേസിക് അല്ലെങ്കിൽ മൗലിക അവകാശമാണ് അവിഹിതം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോണത്. എനിക്ക് ബേസിക്കലി ഒരു ലൈഫ് ഇല്ലാത്തൊരു സിനിമയായിട്ടേ തോന്നിയത്. ഈ മറ്റേ സാനിയ അയ്യപ്പൻ, അതേപോലെ തന്നെ വിക്രം പ്രഭു ഒക്കെ അഭിനയിച്ച ഇറുകിപ്പട്രു, അങ്ങനെ എന്താണ് പടത്തിന്റെ പേര് തോന്നുന്നു, ആ സിനിമ ഓൾമോസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകണ്ടായിരുന്നത്. സ്റ്റിൽ ആ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ആ സിനിമയിലെ പാട്ടുകൾക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അനുരാഗ് ബസുവിന്റെ സിനിമയില് പാട്ട് പറയുമ്പോൾ കഞ്ഞിയിൽ ഉപ്പ് പോലെയാണ്. അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആൻഡ് ഇന്റഗ്രൽ പാട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിലെ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഒരുവിധം സിനിമകളിൽ നോക്കി കഴിഞ്ഞാൽ ലിറിക്സ് ആണ്, അല്ലെ ഡയലോഗ്സ് ആണ് പാട്ടുകൾ. ഞാൻ ചായ കുടിക്കാൻ പോകണു എന്നുള്ളതാണ് പാട്ട്, ഞാൻ ബാത്റൂമിൽ പോകണു എന്നുള്ളതാ പാട്ട്. അങ്ങനെ ഇവർക്ക് പറയാനുള്ള ഡയലോഗ്സ് പറയുന്ന സാധനം പാട്ടായിട്ട് വരുമ്പോൾ ആദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, പിന്നെ വൻ വെറുപ്പിക്കലായിരുന്നു. സീരിയസ്ലി പാട്ടൊക്കെ ഭയങ്കര ലൗഡാണ്. എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ മെട്രോ ഇന്ദിനോ, അതേപോലെ തന്നെ മലയാളത്തിലാക്കി മെട്രോ എന്തിനാണ് മെട്രോ. ഇതിൽ മെട്രോ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു സീനിൽ മാത്രമാണ് മെട്രോ എന്തോ കാര്യങ്ങൾ കാണിക്കുന്നത്. പിന്നെ എന്തിനാണ് മെട്രോ? ഞാൻ ഈ മെട്രോ എന്നുള്ള ടൈറ്റിലൊക്കെ കേട്ടപ്പോ 8 AM മെട്രോ, ആ ഒരു ഫീൽ ഗുഡ് പടം അല്ലെങ്കിൽ ആ ഒരു വൈബിലുള്ള സിനിമ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാ കാണാനിരുന്നത്. ഇത് ശരിക്കും ഒരു ഡ്രാമഡി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ മറ്റേ ഹൊറർ റോം കോം എന്നൊക്കെ കേട്ട പോലെ ഡ്രാമ വിത്ത് ഇനഫ് കോമഡീസ് ആണ് ഇതിന്റെ ജോണർ എന്ന് പറയുന്നത്. പക്ഷെ ടൺസ് ഓഫ് ഡ്രാമാസ് ഉണ്ട്. ഒരു കോമഡിയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനോ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. പങ്കജ് ത്രിപാഠി അടിപൊളിയായിരുന്നു. അങ്ങേരെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങേരെ ഒരു കോമാളിത്തരം, അങ്ങേരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ നൈസായിരുന്നു. ഈ സാറ അലി ഖാനും അതേപോലെ തന്നെ ആദിത്യ റോയ് കപൂറും തമ്മിലെ കോമ്പിനേഷൻ സീൻസ്, എസ്പെഷ്യലി സാറ അലി ഖാൻ വെള്ളം അടിച്ചതിന് ശേഷം കൊള്ളായിരുന്നു. അല്ലാത്ത സമയത്ത് മേക്കപ്പ് ഇട്ടൊരു ബൊമ്മ. വേറെ ഒന്നും ഈ സിനിമയിൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതേ ജോണറിൽ ഇഷ്ടം പോലെ പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പടങ്ങൾ, ടാൻ കണക്കിന് പപ്പടമാണ് കെട്ടിക്കിടക്കണ പറയുന്ന പോലെ ഇഷ്ടം പോലെ പടങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് എനിക്ക് ഇത് വലിയ ഗുമ്മുള്ള പടമോ വലിയ ലൈഫുള്ള സിനിമയെ തോന്നിയില്ല. നമ്മുടെ ഗുഡു ബയ്യ, മിർസാപുരത്ത് ഗുഡു ബയ്യയുടെ പേരായിട്ട് നമ്മുടെ ഫാത്തിമ, ഡങ്കൽ ഫെയിമുള്ള ആ കൊച്ചാണ്. ഇങ്ങേർക്ക് വന്നിട്ട് ഒരു മ്യൂസീഷ്യൻ ആവണം. വീട്ടിലുള്ള റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ കാരണം IT ജോലിക്ക് പോകുന്നു, ഈ കൊച്ചിനെ കല്യാണം കഴിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ കൊച്ച് ഗർഭിണിയാണെന്നുള്ള ആൾക്കറിയാം. എന്നിട്ട് ആള് മ്യൂസീഷ്യൻ ആവാൻ വേണ്ടി പോകും. എന്നിട്ട് അത്രയും കാലം കൊച്ചിനെ പറ്റിയിട്ട് ഇയാൾക്കൊന്നും ഓർമ്മയില്ല. മ്യൂസീഷ്യൻ ആയി കഴിയുമ്പോഴാണ് കൊച്ചിനെ പറ്റിയിട്ട് ബോധം വരുന്നത്. എന്ത് ടൈപ്പ് ആളാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഇവരുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പെട്ടെന്ന് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായി മാറുമ്പോൾ ഈ കൊച്ചിന് വേറൊരാളടുത്ത് ക്രഷ് അടിക്കുന്നു, വേറൊരാളെ റിലേഷൻഷിപ്പ് വേണം തോന്നുന്നു, കിടക്കാൻ പോകുന്നു. ഇതെന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ആണും പെണ്ണും തമ്മിൽ കുറച്ചു കാലം മിണ്ടാണ്ടിരുന്നു വെച്ചാൽ അതിന്റെ അർത്ഥം അപ്പോഴേക്കും വേറൊരാളെ കിടക്കാൻ പോവാന്ന്, അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ബേസിക്കലി ഇപ്പൊ ഈ ജോണറിൽ ഇഷ്ടംപോലെ സിനിമ വരുന്നുണ്ട്. ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നത് എനിക്ക്. ഈ സിനിമയുടെ കാസ്റ്റ് കണ്ടപ്പോ
എക്സ്പെക്ടേഷൻസ് വാസ് സ്കൈ ഹൈ എന്നൊക്കെ പറയാം. അത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ്. ബട്ട് എനിക്ക് ഒട്ടും വർക്ക് ആയില്ല. ചിലവർക്ക് ഇത് വൻ പടമായിട്ട് തോന്നും, കിടു പടമായിട്ട് തോന്നും. സോ വേണ്ടവർ കണ്ടു നോക്കുക. സോ വാച്ച് മൂവീസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പേഴ്സണലി പറഞ്ഞു പറഞ്ഞിട്ട് കാണാൻ നിൽക്കണ്ട. ഈ ഒരു ജോണറിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. സോ ട്രൈ ഇറ്റ് ഔട്ട്.